இடத்த தேடி வந்து நிக்குண்டா. எல்லாம் முடிஞ்ச பின்ன எரிய போறோம் புதைய போற சொர்க்க நரகம் போனதுக்கு சாட்சி இல்லடா. இந்த நொடி இருக்க வாழ்ந்துக்கோ, நேரம் நல்லா இருந்த வாழ்ச்சிக்கோ. எதுவும் இங்க சரியும் இல்ல தவறும் இல்ல போடா. പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുന്നുകൾ ഒരു കുറിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരും. നമ്മളങ്ങനെ ആരോടും അധികമൊന്നും അറിയിച്ചില്ല. എന്നാലും എനിക്കറിയണ കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് നമ്മളൊരു ചെറിയൊരു അനാർക്കിയ സർവർ എന്നുവെച്ചാൽ എന്താ പറയുക, അടി ഇടി വെട്ടുകുത്ത് അതന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഫുള്ള് PvP ആയിരിക്കും. എപ്പോൾ ആരെ കണ്ടാലും എവിടെ കണ്ടാലും വെട്ടിക്കൊല്ല അതന്നെ. ഞാനാണെങ്കിൽ ഒരു ചെറിയ ലൈവ് ഇട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മളൊരു ചെറിയൊരു ബേസൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴാണ് ഗൈസ് നമ്മുടെ ബേസിലേക്ക് ഒരുത്തൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിനെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എൻ്റെ ടീംമേറ്റ്സൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങായിരുന്നു. അങ്ങനെ തന്നെ പറയണം, മടിയന്മാർ. ഞാൻ മാത്രം ഇതാ 12 മണിക്ക് കയറി നോക്കണ്. എൻ്റെ ബേസിൽ ബാസി എന്ന് പറയണ ഒരുത്തം വന്ന് നിൽക്കണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? എനിക്കൊന്നും ചെയ്യാനും പറ്റുള്ള. നമ്മുടെ ടീംമേറ്റ്സിനെ വിളിച്ചിട്ടാണെങ്കിൽ അവർ ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ബേസ് പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് നമ്മുടെ ജീവനെങ്കിലും രക്ഷിക്കാതെ. അപ്പം ഞാൻ അവരായിട്ടിങ്ങനെ നമുക്ക് എന്താ വിചാരിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കോംപ്രമൈസിന് വേണ്ടി നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിലും ഒരു കോംപ്രമൈസ് അവർ പറഞ്ഞ് ഞങ്ങൾ പൊട്ടിക്കണമെന്നില്ല, ഞങ്ങൾ എല്ലാം സെറ്റാണ്, ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് ഇത്ര പാവം. അപ്പം ഞാൻ ഓക്കെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് അവൻ്റെ ടീമേറ്റായ എന്തോ പാരറ്റോ തത്തയോ എന്തോത്തിനെ കൊണ്ടുവന്ന് ഗൈസ്. എന്നിട്ട് പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും അടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവന്മാരെന്നെ മെയ്സ്ക്ക് 1 ഹിറ്റൊക്കെ അങ്ങ് കൊന്നു ഗൈസ്. എന്ത് ചെയ്യാനാ, എൻ്റെ ടീംമേറ്റ്സ് ഇല്ലാണ്ടായി പോയി. മരമണ്ടന്മാർ പോയി കിടന്നുറങ്ങി ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ആ ബേസും എത്ര നേരത്തെ എത്ര മണിക്കൂറത്തെ കഷ്ടപ്പാടാ പോയെന്നറിയുക ഗൈസ്. ഇപ്പോഴത്തെ ആ ബേസിൻ്റെ കോലൊന്നും നിങ്ങൾ കാണണം. ചെന്നെത്താൻ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കള ഏതോ വിധിയാ മുന്നിൽ ഇരുൾ മൂടിയ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ വരുവോളം
തീയാവാം ഞാൻ